കുനിഞ്ഞു നിൽക്കാൻ പോയാൽ അവസാനം മുട്ടിലിഴയേണ്ടി വരും. അത് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്ററും ഓർക്കുന്നത് നല്ലതാണ്. RSSകാരനായ അർലേക്കർ ഒരു തരത്തിലുള്ള അനുഭാവവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഭരിക്കുന്ന കേരള സംസ്ഥാന സർക്കാരിനോട് കാണിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അതാദ്യം മനസ്സിലാക്കേണ്ടതാരാണ്? ഈ സർക്കാരാണ് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ കുനിയാൻ തുടങ്ങിയാൽ നമുക്ക് അവസാനം മുട്ടിലിഴയേണ്ടി വരും. ഇവിടെ ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. ശരിക്കും ഡു ഓർ ഡൈ സിറ്റുവേഷൻ തന്നെയാണ്. വേറെ മാർഗങ്ങളൊന്നുമില്ല. ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ മോശം ചാൻസലറായിരിക്കും അർലേക്കർ എന്ന കാര്യം ഉറപ്പാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഒരു RSSകാരനല്ല. അദ്ദേഹം കോൺഗ്രസിലും ജനതാ പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച് BJPയിൽ ചേർന്നിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. RSSകാരനല്ല. പക്ഷേ ഇപ്പോഴത്തെ ഗവർണർ ഒരു RSSകാരനാണ്. RSS കേഡറാണ് അദ്ദേഹം. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനുമായി നിരന്തരം കലഹിച്ചുകൊണ്ടിരുന്ന സർക്കാർ അർലേക്കർ വരുമ്പോൾ അങ്ങനെ കലഹത്തിൻ്റെ പാത സ്വീകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കേണ്ടത് സർക്കാരാണ്. കലഹിക്കാൻ ഏറ്റവും നല്ല ആൾ RSSകാരാണല്ലോ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ. ഇനി ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ കലഹകാരിയായ ഒരാളല്ല അർലേക്കർ എന്ന് സംസ്ഥാന സർക്കാർ ധരിച്ചിട്ടുള്ളത് തെറ്റിദ്ധാരണയാണ്. കാരണം ഇതിനു മുമ്പ് അദ്ദേഹം ബീഹാർ ഗവർണറായിരുന്നു. നമ്മൾ മുമ്പ് ഇവിടെ സംസാരിച്ചിട്ടുണ്ടത്. ബീഹാറിലിരിക്കെ യൂണിവേഴ്സിറ്റികളുടെ സെനറ്റ് യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ഒരു ചാൻസലറായിരുന്നു അദ്ദേഹം. സാധാരണ രീതിയിൽ ചാൻസലർ പദവിയിൽ ഗവർണർമാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സെനറ്റ് യോഗങ്ങളിൽ ഒരിക്കലും അദ്ദേഹം പോകാറില്ല. ചാൻസലർമാർ പോകാറില്ല. അവർ രാജ്ഭവൻ വിട്ട് പുറത്തേക്ക് ഇറങ്ങാറില്ല. സാധാരണ രീതിയിൽ വൈസ് ചാൻസലർ ആയിരിക്കും ചാൻസലർക്ക് പകരം അത്തരം യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുക. പക്ഷേ അദ്ദേഹം നേരിട്ട് ഇടപെടുന്ന ഒരു ചാൻസലറായിരുന്നു. അങ്ങനെ നേരിട്ട് ഇടപെടുന്ന RSSകാരനായ ഗവർണർ ചാൻസലറായിരിക്കെ കേരളത്തിൽ അദ്ദേഹം ഇതെല്ലാം ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തു ഓക്കെ ഇനി ഞാൻ കൈയും കെട്ടിയിരിക്കാം എന്ന് കരുതുന്നതിൽ ന്യായമില്ല. അദ്ദേഹം അങ്ങനെ കരുതില്ല എന്ന് മാത്രമല്ല കുറേ കൂടി ഇറങ്ങി കളിക്കുന്ന ഒരു ചാൻസലറായിരിക്കും അദ്ദേഹം എന്ന് ഉറപ്പാണ്. പക്ഷെ അങ്ങനെ ഇറങ്ങി കളിക്കുമെന്ന് ഭയന്നുകൊണ്ടാണോ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നത്? MV ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടും അദ്ദേഹത്തെ അനുനയിപ്പിച്ചുകൊണ്ടും ലേഖനം എഴുതുന്നത്, മുഖ്യമന്ത്രി അങ്ങനെ സംസാരിക്കുന്നത്, മന്ത്രിമാർ പോയി അദ്ദേഹത്തെ കാണുന്നത് നമുക്കറിയില്ല. അങ്ങനെ LDF സർക്കാർ, പിണറായി വിജയൻ സർക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ധാരണ തെറ്റാണ്. ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ മോശം ചാൻസലറായിരിക്കും അർലേക്കർ എന്ന കാര്യം ഉറപ്പാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ധരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ RSSനെ സംബന്ധിച്ച് അവരെ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നൊരു പോയിന്റ് വിദ്യാഭ്യാസമാണ്. നമുക്കറിയാം ഈ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മുമ്പ് സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്താണ് അത് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. ഈ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ട എഡ്യൂക്കേഷൻ എന്ന വിദ്യാഭ്യാസം എന്ന ആ പൊതുസംജ്ഞയെ ഒരു സെൻട്രലൈസ്ഡ് കേന്ദ്രീകൃത വകുപ്പാക്കി മാറ്റുകയാണ് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നത്. ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒരു ഉദാഹരണം, UGCയുടെ പുതിയ റെഗുലേഷൻസ് ഉദാഹരണം. അതായത് ഓരോ യൂണിവേഴ്സിറ്റികൾക്കും സ്വയം ഭരണാവകാശം, ഇൻഡിപെൻഡൻസ് എന്നൊക്കെയാണ് നമ്മൾ കാണുന്ന കാഴ്ചകൾ. പക്ഷേ എങ്കിൽ അങ്ങനെയല്ല. അതിലെ സിലബസിലാണെങ്കിലും മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റോളിലാണെങ്കിലും ഒട്ടുമിക്ക സർവകലാശാലകളിലും BJP ഭരണമുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെ ഒട്ടുമിക്ക സർവകലാശാലകളിലും വൈസ് ചാൻസലർ സ്ഥാനത്ത് RSS അനുഭാവികളെയോ RSS പ്രചാരകന്മാരെ തന്നെയോ വൈസ് ചാൻസലർമാരാക്കുന്നുണ്ട്. കേന്ദ്ര സർവകലാശാലകളുടെ കാര്യം പറയുവേണ്ട. ഇപ്പോൾ JNU, DU പോലുള്ള സർവകലാശാല പറയുവേണ്ട. അപ്പോൾ എന്തുകൊണ്ടാണ് RSS അത്ര ഫോക്കസ് ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇത്ര ഫോക്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യയെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ രാഷ്ട്രീയമായി മാറ്റിമറിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി വിദ്യാഭ്യാസത്തിൻ്റെ കാവ്യവൽക്കരണമാണെന്ന് RSS മുമ്പേ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോഴും ഈ RSSൻ്റെ പരീക്ഷണശാല എന്ന് വിളിക്കുന്ന ഗുജറാത്താണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം. ഇപ്പോൾ ഗുജറാത്തിൽ എന്താണ് സംഭവിച്ചത്? ഗുജറാത്തിൽ പതിറ്റാണ്ടുകളായി BJP ആണ് ഭരിക്കുന്നത്. പതിറ്റാണ്ടുകളായി BJP ഭരിക്കുമ്പോൾ BJP അവിടെ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ തന്നെ ഈ പറയുന്ന സഫ്രോണൈസേഷൻ വരുത്തി. സഫ്രോണൈസേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള രാജ്യത്തിൻ്റെ ചരിത്രം പലരാൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിയൻസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ എഴുതിയ ചരിത്രമാണ് പിന്നീട് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. ആ ബ്രിട്ടീഷ് ചരിത്രത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാത്തിനും ചരിത്രത്തെ അവർ എന്തായിട്ട് കാണുന്നു? കമ്മ്യൂണലായിട്ട് കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം. വർഷങ്ങളായി ഹിന്ദു രാജാക്കന്മാർ ഭരിച്ചു. പിന്നീട് മുസ്ലിം ഭരണം, മുസ്ലിം റൂളേഴ്സ് എന്ന് തന്നെ വാക്കാണ് അവർ ഉപയോഗിക്കുക. പിന്നീട് ബ്രിട്ടീഷുകാർ വന്നു. ബ്രിട്ടീഷുകാർക്ക് മതമൊന്നുമില്ല, ബ്രിട്ടീഷുകാർ വന്നു. അങ്ങനെയാണ് അവർ അതിനെ കാലഗണന ചെയ്തു വയ്ക്കുക. അപ്പോൾ ഈ ഹിന്ദു മുസ്ലിം ഡിവൈഡ് എന്ന ചരിത്രപരമായ സംഗതി സ്ഥാപിക്കപ്പെടുന്നത് ബ്രിട്ടീഷ് കാലത്താണ്. പക്ഷെ അന്ന് കാണാതെ പോയ പല കാര്യങ്ങളും. ഇപ്പോൾ ഹിന്ദു റൂളേഴ്സ്, ഇപ്പോൾ ഛത്രപതി ശിവാജി, അദ്ദേഹം മുഗളന്മാരെ എതിർത്ത മുഗളന്മാരുടെ ഹിംസകനാണ്. ഇപ്പോൾ ഒരു സിനിമ അറിയണ്ടല്ലോ, എന്താണ് ഛാവ. യെസ്, അതിൻ്റെ തിയേറ്റർ റെസ്പോൺസ് ഒക്കെ ഞാൻ കാണുന്നത് ഇന്നലെ വീഡിയോയിൽ ഇരുന്നിട്ട്.
ഇത് മുഗൾ രാജ അല്ല ശിവാജി മഹാരാജ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മറ്റേ വാർ ക്രൈ ഉണ്ടല്ലോ, വാർ ക്രൈക്ക് ആളുകൾ എഴുന്നിട്ട് ഇങ്ങനെ അറ്റൻഷനായിട്ട് നിന്ന് വിളിക്കുക, കുതിരപ്പുറത്ത് ആളുകൾ വരിക. അപ്പോൾ അതിൽ വിളിക്കുന്ന ഒരു വാക്ക് മുഗളന്മാരുടെ ഹിംസകൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അത് ഒരു ഡിവൈഡ് ഉണ്ടാക്കുകയാണ്. അതായത് കുറേ രാജാക്കന്മാർ ഹിന്ദു രാജാക്കന്മാർ, കുറേ രാജാക്കന്മാർ മുസ്ലിം രാജാക്കന്മാർ അങ്ങനെ ഭരിച്ച്, അപ്പോൾ ആ ഒരു ഡിവൈഡിലേക്ക് എങ്ങനെയാണ് ആ ആളുകളുടെ മനസ്ഥിതി മാറ്റുക എന്നുള്ളതാണ്. അത് ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ചു, അത് RSS തുടരുകയാണ്. പക്ഷേ ഈ പറയുന്ന ഹിന്ദു റൂളേഴ്സിനാണെങ്കിലും മുസ്ലിം റൂളേഴ്സിനാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു മുസ്ലിം റൂളറാണെങ്കിൽ അയാളുടെ സർവ്വസൈന്യാധിപൻ ഹിന്ദു ആയിരിക്കും, അയാളുടെ പ്രധാനമന്ത്രി ഹിന്ദു ആയിരിക്കും. ഏത് സമ്രാട്ടുകളുടെയും ചരിത്രം നോക്കുക, അതിപ്പോൾ ടിപ്പു സുൽത്താൻ ആകട്ടെ, ശിവജി ആകട്ടെ, അക്ബർ ആകട്ടെ, ഔറംഗസേബ് ആകട്ടെ, അവർ ഭരിക്കുന്നു. പക്ഷെ അവരുടെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡൊക്കെ എന്തായിരിക്കും മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ഏതെങ്കിലും മതത്തിൻ്റെ കമ്മ്യൂണിറ്റിയുടെ പെയിൻറ് ഉപയോഗിച്ചിട്ട് പെയിൻറ് ചെയ്യുന്നത് ശരിയല്ല, ചരിത്രപരമായി ശരിയല്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ പറയുന്ന ഡിവൈഡ് നിലനിർത്തുകയാണ് ഗുജറാത്തിൽ RSS വിദ്യാഭ്യാസത്തിൻ്റെ കാവ്യവൽക്കരണത്തിലൂടെ ചെയ്തത്. അങ്ങനെ 1ാം ക്ലാസ് തൊട്ട് ഇത്തരം പാഠപുസ്തകങ്ങൾ പഠിച്ചു വരുന്നൊരു വിദ്യാർത്ഥി അവൻ ഒരു ഉന്നത സർവകലാശാലയിൽ എത്തുമ്പോൾ അവൻ്റെ തോട്ട് പ്രോസസ് മുഴുവൻ മാറുകയാണ്, എല്ലാറ്റിനെയും ആ കണ്ണിലൂടെ കാണാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് അത്തരം സംസ്ഥാനങ്ങളിൽ പിന്നീട് മറ്റൊരു പാർട്ടികൾക്കും വേര് പിടിക്കാൻ കഴിയാത്തതും മറ്റൊരു പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അടിസ്ഥാനപരമായി എവിടെയാണ് തുടങ്ങേണ്ടത്, ക്യാച്ച് ദം യങ് എന്ന് പറയുന്നത് പോലെ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ കാവ്യ കലർത്തുക എന്ന RSSൻ്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് നടപ്പാക്കുക എന്നുള്ളതാണ്. റിസർവ് ബാങ്ക് പിടിച്ചിട്ടോ പാർലമെൻറ്റ് പിടിച്ചിട്ടോ ജുഡീഷ്യറി പരിധിയിലാക്കിയിട്ടോ ഒന്നും സാധിക്കാത്ത കാര്യങ്ങൾ ദീർഘകാലത്തേക്ക് വിദ്യാഭ്യാസത്തിലൂടെ നടപ്പാക്കാൻ കഴിയും. അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് ഓൾറെഡി നടപ്പാക്കി കഴിഞ്ഞു. BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ ചാൻസലർമാരെ ഉപയോഗിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വളരെ വൃത്തിയായി വളരെ അഗ്രസീവായി ബീഹാറിൽ ചെയ്തിട്ട് വരുന്നയാളാണ് അർലേക്കർ എന്ന് ആദ്യം മനസ്സിലാക്കേണ്ട ആൾ CPM സംസ്ഥാന സെക്രട്ടറിയും MV ഗോവിന്ദ മാസ്റ്ററും പിണറായി വിജയനുമായിരുന്നു. പക്ഷെ അവർ ഒരു സംയമനത്തിൻ്റെ പാത സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ വരുതിയിലാക്കാൻ കരുതിയെങ്കിൽ അത് തെറ്റി. ഇപ്പോൾ ഈ UGC കൺവെൻഷൻ തന്നെ എടുക്കുക. അപ്പോൾ UGCയുടെ പുതിയ നീക്കങ്ങൾ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് ആരാണ്, ആ വൈസ് ചാൻസലർമാരെ ആര് നിയമിക്കും, അതിലെ ഏകപക്ഷീയത അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള കൺവെൻഷനാണ്. ആ ഡ്രാഫ്റ്റിലെ വകുപ്പുകളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കൺവെൻഷനാണ്. അതിനോട് ആർലേക്കർ എങ്ങനെയാണ് പ്രതികരിച്ചത്? UGC ഡ്രാഫ്റ്റിനെതിരെ എന്ന ആ കത്ത് തിരുത്തിച്ചു. UGC ഡ്രാഫ്റ്റ് അനുകൂലമായിട്ടാണോ കൺവെൻഷൻ? അതല്ല, UGC ഡ്രാഫ്റ്റിലേക്ക് കൂടുതൽ നിർദ്ദേശങ്ങൾ വയ്ക്കാനുള്ള കൺവെൻഷനാണ്. UGC ഡ്രാഫ്റ്റ് ഭേദഗതി ചെയ്യാൻ വേണ്ടിയുള്ള കൂടിയാലോചനയാണ്. അതൊന്നുമല്ല, അതിനെതിരായിട്ടുള്ള കൺവെൻഷൻ തന്നെയാണ്. അതിനാണ് BJP ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉപമുഖ്യമന്ത്രിമാർ മുതൽ വിദ്യാഭ്യാസ മന്ത്രിമാർ വരെ അതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അത് തിരുത്തുന്നതിലൂടെ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ കുറച്ചുകൂടി വഴങ്ങിക്കളയാം, ഗവർണർക്ക് ഞങ്ങളോട് കുറച്ച് അനുഭാവം തോന്നിയേക്കും എന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നത് തെറ്റാണ്. പുള്ളിപ്പുലിയുടെ പുള്ളി മായില്ല എന്ന് പറയുന്നത് പോലെ RSSകാരനായ അർലേക്കർ ഒരു തരത്തിലുള്ള അനുഭാവവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഭരിക്കുന്ന കേരള സംസ്ഥാന സർക്കാരിനോട് കാണിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അതാദ്യം മനസ്സിലാക്കേണ്ടതാരാണ്? ഈ സർക്കാരാണ് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ കുനിയാൻ തുടങ്ങിയാൽ നമുക്ക് അവസാനം മുട്ടിലിഴേണ്ടി വരും. ഇവിടെ ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്, ശരിക്കും ഡു ഓർ ഡൈ സിറ്റുവേഷൻ തന്നെയാണ്, വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. ഇപ്പോൾ എത്രയോ നാളുകളായി നമ്മുടെ സർവകലാശാലയുടെ അവസ്ഥ നോക്കുക, വൈസ് ചാൻസലർമാരുടെ നിയമനം മുതൽ തുടരുന്ന തർക്കം നോക്കുക. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നിയമം പാസ്സാക്കാതെ രാഷ്ട്രപതിക്ക് അയച്ചിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പോയത്. ഇതുവരെയും പാസ്സാക്കിയിട്ടില്ല. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അടുത്ത ഗവർണർ വരുമ്പോഴും ഈ പറയുന്ന ഒരു ഒരു സന്നിഗ്ധാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം കുനിഞ്ഞു നിൽക്കാൻ പോയാൽ അവസാനം മുട്ടിലിഴേണ്ടി വരും. അത് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്ററും ഓർക്കുന്നത് നല്ലതാണ്.